കർണാടകയെ ഒന്നാകെ ഭയത്തിന്റെ നാളുകളിലൂടെ സഞ്ചരിപ്പിച്ച ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസിലെ പ്രതികൾ ഒളിവിൽ കഴിയാൻ ഉപയോഗിച്ചത് വ്യാജ ആധാർ കാർഡുകളിലെ വിലാസം എന്ന റിപ്പോർട്ട്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മോഷ്ടിച്ച ഐഡന്റിറ്റി കാർഡുകളും പ്രതികൾ ലോഡ്ജുകളിൽ നൽകിയതായി NIA സംഘം കണ്ടെത്തി. മുഖ്യ സൂത്രധാരനായ അബ്ദുൾ മത്തീൻ താഹ ക്രിപ്റ്റോ കറൻസി വഴിയാണ് സ്ഫോടനത്തിന് ഫണ്ട് സമാഹരിച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. കഴിഞ്ഞ ദിവസമാണ് മുഖ്യ സൂത്രധാരനായ അബ്ദുൾ മത്തീൻ താഹയെയും ബോംബ് സ്ഥാപിച്ച മുസാഫിർ ഹുസൈൻ ഷാസിബിനെയും കൊൽക്കത്തയിലെ ഒളിത്താവളത്തിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തത്. സ്ഫോടനത്തിന് ശേഷം ബംഗളൂരു വിട്ട ഇരുവരും 40 ദിവസത്തോളം ബംഗാളിലായിരുന്നു പ്രധാനമായും ഒളിവിൽ കഴിഞ്ഞത്. സഞ്ജയ് അഗർവാൾ, ഉദയ് ദാസ്, ഉഷ പട്ടേൽ, വിഘ്നേഷ് തുടങ്ങിയ പേരുകളാണ് ഇവർ താമസിച്ച ലോഡ്ജുകളിൽ നൽകിയത്. 4 ദിവസം മുൻപാണ് താഹയും ഷാസിബും അറസ്റ്റിലായ ന്യൂദിഗ ലോഡ്ജിൽ എത്തിയത്. ഡാർജിലിംഗിൽ നിന്ന് ചെന്നൈയിലേക്ക് പോവുകയാണെന്നാണ് ഇവർ ജീവനക്കാരോട് പറഞ്ഞത്. കൊൽക്കത്തയിലെ 2 ഹോട്ടലുകളിൽ മഹാരാഷ്ട്രയിലെ പാൽക്കർ സ്വദേശിയായ ഉഷ ഷാനവാസ് പട്ടേലിന്റെ പേരിലുള്ള ആധാർ കാർഡാണ് ഇവർ നൽകിയത്. മറ്റൊരിടത്ത് കർണാടകയിൽ നിന്ന് തന്നെയുള്ള വിഘ്നേഷ BD, അൽമോൽ കുർക്കർണി തുടങ്ങിയ പേരിലാണ് മുറിയെടുത്തത്. കർണാടകയിലെ ശിവമോഗ ജില്ലയിലെ തീർത്ഥഹള്ളി സ്വദേശികളാണ് താഹയും ഷാസിബും. IT എഞ്ചിനീയറായ താഹ ശിവമോഗ ആസ്ഥാനമായുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തെക്കൻ മൊഡ്യൂളിന്റെ മുഖ്യ കണ്ണിയാണ്. സ്ഫോടന സ്ഥലത്ത് നിന്ന് ലഭിച്ച ഷാസിബിന്റെ തൊപ്പിയാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ചെന്നൈയിലെ ഒരു കടയിൽ നിന്നാണ് ഷാസിബ് തൊപ്പി വാങ്ങിയതെന്ന് അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ വിവരം ലഭിച്ചിരുന്നു. അതേസമയം രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ അബ്ദുൾ മത്തീൻ താഹ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഇന്ത്യൻ തലവനാണെന്നാണ് സൂചന. കഴിഞ്ഞ 5 വർഷമായി ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന അബ്ദുൾ മത്തീൻ താഹയാണ് ബംഗളൂരു കഫേ സ്ഫോടനം ആസൂത്രണം ചെയ്തത്. 2022 നവംബറിൽ നടന്ന മംഗളൂരു പ്രഷർ കുക്കർ ബോംബ് സ്ഫോടനം, 2022 ശിവമോഗ ട്രയൽ സ്ഫോടനം, 2020 അൽ ഹിന്ദ് മൊഡ്യൂൾ കേസ് എന്നിവയുമായി താഹയ്ക്ക് ബന്ധമുണ്ട്. ISന്റെ കേണൽ എന്ന് വിശേഷിപ്പിക്കുന്നയാളുമായി താഹയ്ക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും നിരവധി കേസുകളിൽ കേണൽ എന്നയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആരാണ് കേണൽ? അയാളുടെ പ്രവർത്തന രീതി, കൂടിക്കാഴ്ചകൾ, തീവ്രവാദ ഫണ്ടിംഗ് എന്നിവയിൽ താഹയെയും മുസാഫിർ ഹുസൈൻ ഷാസിബിനെയും NIA ചോദ്യം ചെയ്യും. കഫേ സ്ഫോടനത്തിന് ശേഷം താഹ തമിഴ്നാട് വഴിയും മുസാഫിർ ഹുസൈൻ ബംഗളൂരു വഴിയും രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയിട്ടത്. അറസ്റ്റിലായ മറ്റൊരു പ്രതിയായ മുസമിൽ ഷെരീഫിന് IED കഫേയിൽ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശം നൽകിയത് താഹയായിരുന്നു. ബോംബ് സ്ഥാപിക്കാനുള്ള സ്ഥലം കണ്ടെത്താനായി താഹ ഒരാഴ്ചയിലേറെ കഫയിൽ പതിവായി സന്ദർശനം നടത്തിയിരുന്നു. ബോംബ് വയ്ക്കുന്നയാൾക്കുള്ള എൻട്രി, എക്സിറ്റ് പ്ലാനുകൾ അടക്കം ഇവർ തയ്യാറാക്കിയിരുന്നു. സ്ഫോടനത്തിൽ ലഭിച്ച വിദേശ ധനസഹായത്തെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് NIA സംഘം പദ്ധതിയിടുന്നത്.